നമസ്കാരം. ആളെ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലോ വണ്ടി നമ്പർ വ്യക്തമാക്കുന്ന തരത്തിലോ ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി, 2500 രൂപ കിട്ടും. വീഡിയോ ആണെങ്കിലും കുഴപ്പമില്ല. കാര്യം പിടികിട്ടിയില്ല അല്ലേ? വ്യക്തമായി പറയാം. പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലുമെല്ലാം പാഴ്വസ്തുക്കളും മാലിന്യങ്ങളും വലിച്ചെറിയുന്നവരെയാണ് ഫോട്ടോ എടുക്കേണ്ടത്. മാലിന്യം വലിച്ചെറിയുന്നവരെക്കുറിച്ച് വിവരം അറിയിക്കുന്നവർക്കാണ് പാരിതോഷികമായി 2500 രൂപ കിട്ടുക. വാട്സപ്പ് ചെയ്യേണ്ടത് 9446700800 എന്ന വാട്സപ്പ് നമ്പറിലേക്കാണ്. ഫോട്ടോ ആയോ വീഡിയോ ആയോ അയക്കാം. മാലിന്യം വലിച്ചെറിയുന്നയാളെ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലോ വണ്ടി നമ്പർ വ്യക്തമാകുന്ന വിധത്തിലോ ആവണം ഇത് അയക്കേണ്ടത്. മാലിന്യം വലിച്ചെറിയുന്നവരുടെ കയ്യിൽ നിന്നും 10,000 രൂപ പിഴ ഈടാക്കുന്നതാണ്. അതിൽ നിന്നാണ് 2500 രൂപ വിവരം അറിയിക്കുന്നയാളിന് പാരിതോഷികമായി നൽകുന്നതെന്ന് തദ്ദേശ ഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. ഈ സൗകര്യം ഉപയോഗിച്ച് നിയമലംഘകരെ കണ്ടെത്താൻ പൊതുജനങ്ങൾ മുന്നോട്ട് വരണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടുപിടിക്കാനുള്ള ക്യാമറ നിരീക്ഷണവും മറ്റു പരിശോധനകളും കർശനമാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ ബന്ധപ്പെട്ട എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പാളയം സാഫല്യം കോംപ്ലക്സിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം മാലിന്യമുക്തമാകണമെങ്കിൽ ആദ്യം വേണ്ടത് വലിച്ചെറിയൽ മുക്തമാകുകയാണ്. നമ്മുടെ നാട് പലതിലും മാതൃകയാണെങ്കിലും ഇക്കാര്യത്തിൽ അങ്ങനെയല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കുടിവെള്ള കുപ്പിയോ ഭക്ഷണാവശിഷ്ടങ്ങളോ പേപ്പറുകളോ കവറുകളോ എന്തും ആവശ്യം കഴിഞ്ഞ് ഉടനെ വലിച്ചെറിയുക എന്നതാണ് പലരുടെയും ശീലം. ഇത് ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച പ്രവണതയല്ല. മാലിന്യങ്ങൾ എത്ര വലുതായാലും ചെറുതായാലും ബിന്നുകളിൽ ഇടുകയോ വീടുകളിൽ കൊണ്ടുപോയി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൈമാറുകയോ വേണം. ഇതിന് ബോധവൽക്കരണം മാത്രം പോരാ, അതുകൊണ്ട് നിയമ നടപടികളും ശക്തമാക്കുകയാണ് മന്ത്രി കൂട്ടിച്ചേർത്തു.